ഈ സുനിലേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? കണ്ട അമ്മാവന്മാരെയൊക്കെ വിളിച്ച് ഇതാ പ്രശ്നം. അയാൾ വല്ല നാനയും വായിച്ച് കക്കൂസിലിരിപ്പുണ്ടാവും. നീ വന്നേ, നമുക്ക് കയറാം. ഇതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു കൈ വെക്കാല്ലേ? അകത്ത് കയറുമ്പോയിട്ടാ പോരെ. മതി മതി, അത് തീർമ്പിടാം. കിട്ടി. എന്ത്? എൻ്റെ ആദ്യ സിനിമ, മോളിവുഡ്സ് ഫസ്റ്റ് മോൺസ്റ്റർ മൂവി, എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ എക്സ്റ്റൻഷൻ. എന്നാലും മോൺസ്റ്ററൊക്കെ വേണം. ഷോർട്ട് ഫിലിം പോലെ അല്ല ഫീച്ചർ ഫിലിം. ഇവിടുത്തെ ഓഡിയൻസ് ഡൈജസ്റ്റ് ആവുന്ന ഒരു നോർമൽ ഹൊറർ ഫിലിം പോരെ. അങ്ങനെ വേറൊരു സിനിമ പോരെ സുജി. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ. ആ പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടണം. 84 പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ രണ്ടാമത്തെ റീ റിലീസാണിത്. എത്രയോ 3D മൂവീസ് വേറെ ഇറങ്ങി, അതൊന്നും ആരും ഓർക്കുന്നു പോലുമില്ല. ഫസ്റ്റ് വിൽ ഓൾവേസ് ബി റെക്കോർഡഡ് ആൻഡ് റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി. റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല സുജി. യുക്തിവാദിയായ എൻ്റെ അപ്പൂപ്പനെ പോലും കോമയിലാക്കിയ ഒരു ഹൊറർ ഫിലിം മേക്കറാണ് ഞാൻ. മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ഫിലിം എൻ്റെ പേരിലായിരിക്കണം. ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ അപ്പൂപ്പ നിന്റെ ഷോർട്ട് ഫിലിം കണ്ട് കോമയില എന്ന് മാത്രം പറയരുത്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഹീസ് എ സയന്റിഫിക് മാൻ. വായിക്ക്. എന്തു വായിക്കാൻ? നിങ്ങൾ എവിടെയായിരുന്നു? നീ ആ ബാക്ക് പേജ് വായിക്ക്. കാഴ്ച ഫിലിം സൊസൈറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2011. എൻട്രി ഫീ 500. അതിന്റെ താഴെ വായിക്ക്. വിജയുടെ ആദ്യ ചിത്രം കാഴ്ച ഫിലിം സൊസൈറ്റി ഇൻ അസോസിയേഷൻ വിത്ത് ഹാരിസ് ബഷീർ ഗ്രൂപ്പ് നിർമ്മിക്കുന്നതായിരിക്കും. ഹാരിസ് ബഷീർ? ഇതൊക്കെ നടക്കൂ? എടാ മോനെ, നിന്റെ ഷോർട്ട് ഫിലിംസിന്റെ വ്യൂസ് കണ്ടിട്ട് നവോദയപ്പച്ചൻ വന്നിട്ട് നിന്റെ വാതിലിൽ മുട്ടാൻ പോണൊന്നുമില്ല. നീ മുട്ടേണ്ട വാതിൽ നീ തന്നെ പോയി മുട്ടണം. എടാ, ഹാരിസ് ബഷീറിന്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ല, പക്ഷെ വൻ ടീമാ. ഒരുപാട് കമ്പനീസ് ഉണ്ട് മൂപ്പറുടെ പേരിൽ. അപ്പൊ സീരിയസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നല്ലാതെ അയക്കാലേ? അയച്ചോ? അയച്ചു. നിന്റെ 4 ഷോർട്ട് ഫിലിംസ് ഞാൻ അയച്ചു. അതല്ലേ ഈ സുനിലേട്ടൻ ലേറ്റ് ആയത്. ഇനി നീ സമയം കളയരുത് വിനീതേ. എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് റെഡിയാക്കണം. അത് ഹിറ്റ് അടിക്കാൻ വേണോടാ. ബ്ലോക്ക് ബസ്റ്റർ ആക്കും ഞാൻ. ഹാർഡ് വർക്ക്, പാഷൻ, ടാലന്റ്, ഈ മൂന്നും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇങ്ങ് കേരളത്തിലെ വൈക്കം ഡേവിഡിന്റെയും അങ്ങ് ഹോളിവുഡിലെ മനോജ് നൈറ്റ് ശ്യാമലിന്റെയും സക്സസ്ഫുൾ ആയ നോവലുകളിലും സിനിമകളിലും ഞാൻ ഒബ്സർവ് ചെയ്ത കോമൺ ആയി വരുന്ന 5 എലമെന്റ്സ്. 1. തിന്മയിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്ന നായകൻ. 2. ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. 3. എംഫസിസ് ഓൺ എംപതി ഓഫ് ഹ്യൂമൻസ്. 4. എവ്രിതിങ് ഈസ് കണക്റ്റഡ്. 5. ഹോപ്പ്ഫുൾ ക്ലൈമാക്സ്. ചുരുക്കി പറഞ്ഞാൽ, എത്ര ഭയപ്പെടുത്തിയാലും ജീവിതത്തോടുള്ള പ്രതീക്ഷ പ്രേക്ഷകന് നഷ്ടപ്പെടരുത്. അതൊരു കലാകാരന്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ സിനിമയിൽ ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കും. മൃഗം വെറുമൊരു സിനിമയാവില്ല, മലയാള സിനിമയിൽ ഒരു ലാൻഡ്മാർക്കായിരിക്കും. ഇത് 2 കോപ്പി ഉണ്ടല്ലോ. ഇത് മൂകാംബിക ദേവിക്ക് പൂജ വെക്കാൻ ഞാൻ കൊണ്ടുപോകും. നിനക്ക് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തു കഴിഞ്ഞില്ലേ? ബാക്കി പകുതി നമ്മുടെ കയ്യിലല്ല വിനീതേ. അതിന് ദേവിയുടെ അനുഗ്രഹം തന്നെ വേണം. പിന്നെ ഹാരിസ് ബഷീറിന്റെ. എടാ, നാളെ അല്ലേ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല്?
Congrats. All the best. താങ്ക് യു. ആകാശഗംഗയും വെള്ളി നക്ഷത്രം എടുത്ത ദ ഗ്രേറ്റ് വിനയൻ സാർ എനിക്ക് അവാർഡ് തരാൻ പോകുന്നു. ഇനി എന്തായാലും പുള്ളി എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തു നിന്നത്. ഹായ് വിനീത്, ഗംഭീര വർക്ക്. നിസ്സംശയം പറയാം, ഈ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് കണ്ട ബെസ്റ്റ് വർക്ക്. 200ഓളം ആപ്ലിക്കൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 15 യുവ പ്രതിഭകളുടെ ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കലാസൃഷ്ടികളാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. അതിൽ നിന്നും ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച കലാസൃഷ്ടിയുടെ പേരാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കടലാസ് തുമ്പിലുള്ളത്. ഈ മത്സര വിജയെ കാത്തിരിക്കുന്നത് കേവലം ഒരു പ്രോത്സാഹന സമ്മാനമോ ക്യാഷ് പ്രൈസോ അല്ല. കാഴ്ച ഫിലിം സൊസൈറ്റി ഇൻ അസോസിയേഷൻ വിത്ത് ഹാരിസ് ബഷീർ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ആദ്യ മലയാള സിനിമയുടെ സംവിധായക പട്ടമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സോ ദ ബെസ്റ്റ് ഷോർട്ട് ഫിലിം അവാർഡ് ഗോസ് ടു Chekhov's gun director Arjun Haridas. അവാർഡ് നൽകാനായി വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം വിനയൻ സർ. സാറിന് നല്ല തിരക്കുള്ളതാണ്. ഈ അവാർഡ് ദാനത്തിന് ശേഷം ഉടനെ തന്നെ മടങ്ങും. ഫോട്ടോ എടുക്കേണ്ടവർക്ക് പുറത്ത് നിന്നെടുക്കാം. അർജുൻ, 2 വാക്ക്. സെക്കൻഡ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം രാക്ഷസൻ, ഡയറക്ടർ വിനീത് മാധവൻ. മ്യൂസിക് ഇല്ലാതെ സൗണ്ട് എഫക്ട്സ് മാത്രം വെച്ച് നമ്മളെ ഞെട്ടിച്ചു. He truly has a style of his own. നിസ്സംശയം പറയാം, ഈ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് കണ്ട ബെസ്റ്റ് വർക്ക്. എൻ്റെ ഷോർട്ട് ഫിലിമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആനന്ദ് സുധാകരനും അത് തന്നെയാണ് പറഞ്ഞത്. ഇനി ആനന്ദ് സുധാകരൻ കള്ളം പറഞ്ഞതായിരിക്കും. നോ, ഓഡിയൻസിനും എൻ്റെ എന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഷോർട്ട് ഫിലിം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അവാർഡ് നൽകാനായി സ്വാഗതം ചെയ്യുന്നു പ്രമുഖ ഫിലിം ക്രിറ്റിക് ശ്രീ ആനന്ദ് സുധാകരൻ. ഇതിലും വലിയ കോമ്പറ്റീഷനാണ് നിനക്ക് സിനിമ ഫീൽഡിൽ നേരിടേണ്ടി വരിക. എപ്പോഴും അങ്ങനെ ഫസ്റ്റ് ആവാൻ പറ്റിയെന്ന് വരില്ല. സോറി, ഇന്റർഫിയർ ചെയ്യാണെന്നറിയാം, പക്ഷേ ഈ ഒരു അവസരത്തിൽ 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സോറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരലെണ്ണാവുന്ന ക്ലാസിക്കുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണുന്നത് തന്നെ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷമാണ്. അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എനിക്ക് ഷെക്കോസ് ഗൺ എന്ന എൻ്റെ ആദ്യ ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ധൈര്യവും കോൺഫിഡൻസും ഒക്കെ തരുന്നത് ഈ നിൽക്കുന്ന വിനീത് മാധവനും അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിംസുമാണ്. അത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം തന്നെ. ഞാനൊരു ഫാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനൊരു അവസരത്തിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതും വിനീതിൻ്റെ കൂടെ തന്നെ മത്സരിച്ച് എൻ്റെ ഷോർട്ട് ഫിലിമിന് 1ാം സമ്മാനം കിട്ടിയതും എൻ്റെ ഡെസ്റ്റിനി ആയിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ വിനീത് മാധവൻ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ബൈ. Man, love you, man.